ശരിക്കും നമ്മുടെ പുരുഷന്മാർക്കാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നം എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. എനിക്ക് അതിനകത്തൊരു സംശയമുണ്ട്. കൃത്യമായൊരു കണക്കെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തർക്കിക്കാൻ പോകുന്നില്ല. ഇതെന്ന് വെച്ചാൽ നമുക്ക് മാനസിക രോഗങ്ങളിൽ തന്നെ വളരെ ലഘുവായ മാനസിക രോഗങ്ങൾ തൊട്ട് അതിതീവ്രമായ മാനസിക പ്രശ്നങ്ങളുള്ളവരുണ്ട്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ചില ഫാമിലീസിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഒരു സൈക്കാട്രി പ്രശ്നം ഉണ്ടെങ്കിൽ ചിലരിങ്ങനെ പറയാറുണ്ടോ അത് കല്യാണം കഴിച്ചാൽ മാറുന്ന ഒരു പ്രശ്നമാണ്, കല്യാണം കഴിഞ്ഞാൽ ഇപ്പോഴും വിശ്വാസമുള്ളവരുണ്ട്. ഇപ്പോഴും കല്യാണം കഴിപ്പിച്ചാൽ നേരെയാവും. കല്യാണം കഴിപ്പിച്ച നേരെയാവും, വിച്ച് ഇസ് ഒരു ടോട്ടലി അബ്സേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാരേജ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ഒരു കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ തികച്ചും പേഴ്സണലായിട്ട് ആ ഒരു വ്യക്തിക്ക് അവർക്ക് താല്പര്യമെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാം. അതൊരു മാനസിക രോഗിയാണെങ്കിലും അവർക്ക് താല്പര്യമെങ്കിൽ കല്യാണം കഴിക്കാം. പക്ഷേ കല്യാണത്തിന് മുമ്പ് അത് നമ്മുടെ പാർട്ട്ണറാകാൻ പോകുന്ന ആളുകൾ അത് നമ്മുടെ മുഴുവൻ ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളത് വളരെ അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ്. മിക്ക ഫാമിലിയിലും അത് നടക്കുന്നില്ല. ഇത് ഡിവോഴ്സിലോട്ട് കൂടുതൽ നയിക്കുന്നു. എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ വിവാഹമോചനം കൂടുന്നു എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായിടത്തോളം വിവാഹമോചനം കൂടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, വിവേകം, സാമ്പത്തിക സുരക്ഷ ഇതെല്ലാം സ്ത്രീകൾക്ക് കൂടുകയും അതിൻ്റെ ഫലമായിട്ട് അവർക്ക് അവരുടെ കോൺഫിഡൻസ് കൂടുകയും അതുവരെ പൊരുത്തപ്പെട്ടും സഹിച്ചും ജീവിച്ചിരുന്ന കുടുംബം, നമ്മളുടെ ഈ സോ കോൾഡ് കുടുംബം എന്ന് പറയുന്ന ആ വ്യവസ്ഥിതിയിൽ നിന്ന്, ആ സഹനത്തിൽ നിന്ന് ഇറങ്ങി സന്തോഷത്തിലേക്ക് നടക്കാൻ അവർ പ്രാപ്തരാകുന്നതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വിവാഹം കഴിച്ച ആളാണ്. എൻ്റേതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ച ആളാണ്. വീട്ടുകാർ വിവാഹം കഴിപ്പിച്ച ആളാണ്. എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളെ അല്ല ഞാൻ വിവാഹം കഴിച്ചത്. പക്ഷെ അറിയാമായിരുന്നു, അമ്മയുടെ സുഹൃത്തിൻ്റെ മകനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. പ്രോപ്പർ ആലോചന വഴി വന്ന, കല്യാണാലോചന വഴി വന്ന, അങ്ങനെ കല്യാണം കഴിച്ചയാളാണ്. ഇതിൻ്റെ ഒരു കോയിൻസിഡൻസ് എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 24 വർഷങ്ങൾ പൂർത്തിയാക്കും. വലിയ ആഘോഷിക്കേണ്ട സംഭവം. അല്ല, അവിടെയാണ് അതിന്റെ ഒരു പ്രധാന പോയിന്റ് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞാനും എൻ്റെ പാർട്ട്ണറും ജീവിക്കുന്നത് ഭാര്യയും ഭർത്താവുമായിട്ടല്ല. ഞങ്ങളുടെ ജീവിതം ഒരു പാർട്ട്ണർഷിപ്പിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം ഞാൻ കംപ്ലീറ്റ്ലി ട്രഡീഷണലായിട്ട് കല്യാണം കഴിച്ച് വന്ന ഒരാളാണ്. എൻ്റെ മൂല്യബോധം എന്ന് പറയുന്നത്, ഞാൻ വളർന്ന സാഹചര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ അപ്രോച്ച് ഇപ്പൊ അതില്ല. പക്ഷേ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ സാഹചര്യങ്ങളോടും എൻ്റെ വ്യവസ്ഥിതിയോടും 100% പൊരുത്തപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് വന്ന എൻ്റെ മൂല്യബോധത്തിൽ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ഞാൻ കടന്നു പോരേണ്ട എല്ലാ കാര്യങ്ങളെയും കടന്നു പോകുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിച്ചത്. വിവാഹം എന്ന ചടങ്ങ് മാത്രമല്ല, വിവാഹം കഴിഞ്ഞാൽ ഒരു സ്ത്രീ എന്തെല്ലാം ആടയാഭരണങ്ങളാണോ ഫിസിക്കലി മെൻ്റലി ചാർത്തേണ്ടത് അതെല്ലാം അടക്കം തന്നെ വർഷങ്ങളോളം മുന്നോട്ട് ജീവിച്ചിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ താല്പര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നില്ല അത്. എൻ്റെ സൊസൈറ്റി, എൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലി, എൻ്റെ കുടുംബം, ഇതിലെല്ലാം ഞാൻ രൂപപ്പെട്ടു വന്ന മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. ഈവൻ ശരിയല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അതെല്ലാം ഞാൻ ചാർത്തിക്കൊണ്ട് നടന്നത്. പക്ഷെ പിന്നെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ വിവാഹം കഴിഞ്ഞു എന്നതിൻ്റെ ഒരടയാളവും ഇൻക്ലൂഡിങ് താലി ഞാൻ ധരിക്കാറില്ല. അതിന് താലി ഊരി വെക്കുക എന്നുള്ളതല്ല. കാരണം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് മോചനമല്ല, എൻ്റെ പാർട്ട്ണറെ എൻ്റെ പാർട്ട്ണറായിട്ട് എൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് എന്നെ ബോധ്യപ്പെടുത്താൻ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ പാർട്ട്ണറെ എല്ലാ അർത്ഥത്തിലും ഞാൻ പറഞ്ഞല്ലോ സാർ, അത് താലികെട്ട് എന്ന് പറയുന്നത് ഈശ്വരവിശ്വാസം പോലെയാണ്. കാരണം ഈശ്വരനുണ്ട് എന്ന് വിശ്വസിച്ചാൽ എനിക്ക് ഉണ്ടാകാവുന്ന കോൺഫിഡൻസ്, ബലം, എൻ്റെ ഡിപ്പെൻഡൻസി, ഇതുപോലെ ഒരു സംഭവമായിട്ട് മാത്രമാണ് ഞാൻ. താലി കെട്ടി ഒരാളെ പൂട്ടിയിടണോ? അല്ല, താലി കെട്ടുന്നത് എന്ന് പറയുന്നത് താലി എൻ്റെ കഴുത്തിൽ കൊണ്ട് നടക്കുമ്പോൾ എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഞാൻ വിവാഹിതയാണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഓർമ്മപ്പെടുത്തലുകളുടെ ആവശ്യമില്ല. പിന്നെ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ സംസാരിച്ച കുട്ടികൾ അവര് പറഞ്ഞത് ഞങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ജോലി, വീട് വെച്ച് എല്ലാം കഴിഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.